നമസ്കാരം. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള ഒരു മാറ്റങ്ങൾക്ക് ബി.ജെ.പി. തുടക്കം കുറിച്ചിരിക്കുകയാണ്. ദേശീയ തലത്തിൽ തന്നെ ബി.ജെ.പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്ന ഈ ഒരു വേളയിൽ നിരവധി CPM പ്രവർത്തകരെ ബി.ജെ.പിയിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യഘട്ടത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചുകൊണ്ട് ബി.ജെ.പി. തുടക്കം കുറിച്ചിരിക്കുന്നതാണ്. CPM-ൽ നിന്നും കേരള കോൺഗ്രസിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ അണികൾ, നേതൃത്വത്തിൽ നിന്ന് പോലും ആളുകൾ ബി.ജെ.പിയുടെ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തന രംഗത്തേക്ക് മുന്നോട്ട് വരുന്നു. ഇതിൽ ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് പാലക്കാട് നഗരസഭയ്ക്ക് ചുറ്റുമുള്ള മറ്റ് പഞ്ചായത്തുകളിൽ, കണ്ണാടി അടക്കമുള്ള പഞ്ചായത്തുകളിൽ ബി.ജെ.പിക്ക് കാര്യമായിട്ടുള്ള സ്വാധീനമില്ലാതിരുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുണ്ടായിരുന്നത്. CPM-ന്റെ ശക്തി കേന്ദ്രങ്ങൾ, പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. അപ്പോൾ ഈ പാർട്ടി ഗ്രാമങ്ങളിൽ അടക്കം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വലിയ തരത്തിലുള്ള ഒരു വോട്ട് വർധനവ് ഉണ്ടാക്കാൻ സാധിച്ചു. അതിൽ വളരെ നിസ്സാരമായിട്ട് വോട്ടുകൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പോലും വലിയ ശതമാനത്തിലേക്ക് വോട്ട് വർധനവ് ഉണ്ടാക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും, കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകന്മാരെല്ലാം പാലക്കാട് നിയമസഭാ മണ്ഡലം ബി.ജെ.പി. ഇത്തവണ വിജയിക്കുമെന്നുള്ള ഒരു വലിയ തരത്തിലുള്ള പ്രതീക്ഷ പോലും മുന്നോട്ട് വെക്കുന്നത്. ഇത് കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ വോട്ടിംഗ് ശതമാനത്തിന്റെ കാര്യത്തിൽ 20% വോട്ടുകൾ ബി.ജെ.പിക്ക് ഇവിടെ നേടിയെടുക്കാൻ സാധിച്ചു തന്നെ ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് തർക്കമില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഓരോ ഘട്ടത്തിലും, ഓരോ വർഷവും നടക്കുന്ന, അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും നടക്കുന്ന പല പല തെരഞ്ഞെടുപ്പുകളാണെങ്കിലും ബി.ജെ.പി. അവരുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് പുതിയ പുതിയ ആളുകളെ കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും CPI-ൽ നിന്നെല്ലാം ഇവരുടെ ഈ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് നിലവിലെ നേതൃത്വത്തിന്റെ വലിയ തരത്തിലുള്ള ഒരു കഴിവാണെന്നുള്ളതും തർക്കമില്ല. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പദ്ധതികൾ അത് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നു. കൂട്ടത്തിൽ പാലക്കാടിനെ ഒരു വ്യവസായ മെട്രോ നഗരമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് 1700 കോടി അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു. വലിയ ഒരു വികസനത്തിന്റെ മാറ്റത്തിന്റെ ഒരു കൊടുമുടി തന്നെ പാലക്കാട് കൊണ്ടെത്തിക്കുക എന്നുള്ള ലക്ഷ്യം മോദി സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട 12 നഗരങ്ങളിൽ പാലക്കാടിനെ കൂടി ഈ ഒരു മെട്രോ നഗരമാക്കുന്നതിനായിട്ട് ബി.ജെ.പി. മുന്നോട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മുന്നിൽ ബി.ജെ.പിക്ക് വലിയ തരത്തിലുള്ള ഒരു പിന്തുണ ഏറുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലക്കാട് എന്ന് പറയുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ ചരിത്രം, അല്ലെങ്കിൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ അടക്കം ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വികസനത്തിന്റെ ഒരു പൊടി പോലും എത്താത്ത ഒരു മണ്ഡലമാണെന്നുള്ളത് തർക്കമില്ല. വർഷങ്ങളായിട്ട് കോൺഗ്രസും CPM-ഉം അടക്കി ഭരിക്കുന്ന പഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ പാർലമെന്റ് മണ്ഡലവുമാണ് പാലക്കാട്. ബി.ജെ.പിക്ക് വിജയിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉള്ള ഒരു മണ്ഡലമായി മാറിയത് ഇവരുടെ വികസനത്തിനെതിരെയുള്ള നിലപാടാണ്. ഈ മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് കുറച്ചെങ്കിലും മെച്ചപ്പെട്ട രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതും ബി.ജെ.പി. ഭരിക്കുന്നതിന്റെ പേരിലാണെന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് തർക്കമില്ല. അപ്പൊ പൂർണ്ണമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിരവധി CPM പ്രവർത്തകർ ബി.ജെ.പിക്കൊപ്പം ചേരുന്നത് അത് വലിയ ഒരു കാര്യമായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഇത് എന്തുകൊണ്ടെന്നാൽ ബി.ജെ.പി. എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃനിരയിലിരിക്കുന്ന കൃഷ്ണദാസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് പാലക്കാടിന്റെ സമഗ്ര മേഖലയിലും ബി.ജെ.പിയുടെ വളർച്ചയ്ക്ക് വലിയ തരത്തിൽ ഉപകാരപ്രദമായി എന്ന് വേണം നമ്മൾക്ക് പറയാം. ഇപ്പോൾ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥികളിൽ K. സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ C. കൃഷ്ണകുമാറുമാണെന്നതിൽ തർക്കമില്ല. പാലക്കാട് ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ C. കൃഷ്ണകുമാറിന്റെ പേര് പറയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള മികച്ച പ്രവർത്തന സംവിധാനത്തിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടി നോക്കുന്ന സമയത്താണ് നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം രാജ്യത്തുടനീളം ഉണ്ടാകുമ്പോൾ കേരളത്തിന് മാത്രം അത് എങ്ങനെ മാറി നിൽക്കാൻ സാധിക്കുമെന്നുള്ള, ആ മാറി നിൽക്കാൻ സാധിക്കാത്തതിന്റെ സമഗ്രമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് പാലക്കാട് അടക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങൾ പോലും മാറുന്നു. കേരളത്തിൽ എന്തെങ്കിലും നമ്മളൊരു പ്രതീക്ഷ വെച്ചിട്ട് ഉപതെരഞ്ഞെടുപ്പുകളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്താണ് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ചേലക്കരയിൽ പോലും 2 നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ പോലും ബി.ജെ.പിക്ക് വിജയപ്രതീക്ഷയാണ്. ഒരു സമയത്ത് ബി.ജെ.പി. മുന്നോട്ട് വെച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇന്നിപ്പോ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് പോലും
2019 2,93,000 വോട്ടുകളാണ് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയത്. ഈ വട്ടം അത് 4,11,000 വോട്ടുകളായി മാറിയിട്ടുണ്ടെങ്കിൽ ബി.ജെ.പിയുടെ ലക്ഷ്യം എന്താണ്? വോട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ള, വിജയിക്കുക എന്നുള്ള നയമാണ്. ഇത് തന്നെയാണ് ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ 88,000 വോട്ടുകൾ ഉണ്ടായത് 1,00,000 വോട്ടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് 1,80,800 ആക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ബി.ജെ.പി മാറി. അപ്പൊ ഘട്ടം ഘട്ടമായിട്ട് നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ബി.ജെ.പിയുടെ പ്രവർത്തന സംവിധാനത്തിന്റെ നേതൃനിരയിൽ തന്നെ ഉണ്ടാകുന്നു. അത് വിജയമായിട്ട് മാറുന്നു. ഈ വിജയമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ പുതിയ ഒരു സംവിധാനം. ഇനി ബി.ജെ.പിയെ മാറ്റി നിർത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ, ഇനി ബി.ജെ.പിയുടെ കാലമാണ് എന്നുള്ളത് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് വെറുതെയല്ല എന്നുള്ളത് അവരുടെ പ്രവർത്തന മികവിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നിരന്തരമായിട്ട് RSS എന്ന് പറയുന്ന ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട മാതൃ സംഘടനയുടെ നേതൃനിരയിൽ നിന്ന് തന്നെ നിരന്തരമായിട്ടുള്ള ഓരോ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഓരോ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുന്നത്, ഓരോ കാര്യകർത്താക്കളെ പ്രഖ്യാപിക്കുന്നത്, ആര് എവിടെ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള രീതിയിലേക്കുള്ള സംഘടനയുടെ പ്രചാരകന്മാരെ തന്നെ ബി.ജെ.പിയുടെ പ്രവർത്തന കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതടക്കമുള്ള വിഷയങ്ങൾ, അതെല്ലാം ബി.ജെ.പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന മികവ് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ. CPM-നെ സംബന്ധിച്ച് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പാർട്ടി ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ബി.ജെ.പി മാത്രമാണ്. അപ്പോൾ അവിടെ എങ്ങനെ ബി.ജെ.പിയെ പരാജയപ്പെടുത്താം അതിനെ സംബന്ധിക്കുന്ന ചിന്തകളാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം ഉണ്ടായത്. അന്ന് ഈ ശ്രീധരൻ ബി.ജെ.പി സ്ഥാനാർത്ഥിയായ സമയത്ത് അദ്ദേഹത്തിന്റെ വിജയത്തിലേക്ക് അടുക്കുന്നു എന്ന കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായിട്ട് ഇടതുപക്ഷം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വലിയ ഒരു വോട്ട് ഷാഫി പറമ്പിലിന് മറിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവരുടെ വിജയിച്ചിരിക്കുന്നത് എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു ആരോപണം മൊത്തത്തിൽ ബി.ജെ.പിയുടെ ഉള്ളിൽ തന്നെയുണ്ട്. കാരണം 3,700ഓളം വോട്ടുകൾക്കാണ് ഈ ശ്രീധരൻ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പരാജയപ്പെടുന്നത്. അപ്പോ ഇതെല്ലാം പൂർണ്ണമായിട്ടും CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങൾ, ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള മറ്റ് പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് ചുറ്റുമുള്ള പഞ്ചായത്തുകളിൽ നിന്നുള്ള വലിയ തരത്തിലുള്ള ഒരു കുത്തൊഴുക്ക് UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ടായിട്ട് മാറ്റാനായിട്ട് ഇടതുപക്ഷത്തിന് സാധിച്ചു എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ബി.ജെ.പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് ബി.ജെ.പിയുടെ ഈ ആരോപണത്തിൽ കൃത്യമായിട്ടുള്ള കഴമ്പുണ്ടെന്ന് നിഷ്പക്ഷരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കുന്നതാണ് കൃത്യമായിട്ട് നമ്മൾക്ക് ബോധ്യപ്പെടുന്നത്. ബി.ജെ.പിക്കൊപ്പം അണിചേരാൻ CPM-ന്റെ അണികൾക്ക് താല്പര്യം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നിഷ്പക്ഷർ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാൻ കൂടി തയ്യാറാകുന്നു. അവർ പരസ്യമായിട്ട് ബി.ജെ.പിക്ക് പ്രവർത്തിക്കാനുള്ള സഹകരണങ്ങൾ ഒന്നും ഒരുക്കുകയോ അതിന്റെ കൂടെ ചേരുകയല്ല. കൃത്യമായിട്ട് പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ താമര ചിഹ്നത്തിന് വോട്ട് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നു. മികച്ച സ്ഥാനാർത്ഥിയാണ് ഇത്തവണ പാലക്കാട് ബി.ജെ.പി അന്വേഷിച്ച് നിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യം പറഞ്ഞതുപോലെ കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും C കൃഷ്ണകുമാറും എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അധികായകന്മാർക്ക് ഇത് വലിയ പ്രധാനം തന്നെയാണ്. ഈ സീറ്റ് ഉറപ്പായിട്ടും ഇത്തവണ ഒരു MLA സൃഷ്ടിച്ചെടുക്കാൻ ബി.ജെ.പിക്ക് സാധിക്കും ഈ മികച്ച സ്ഥാനാർത്ഥികളെ ആരെങ്കിലും നിർത്തി കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു പോരാട്ട വീതിയിലേക്ക് തന്നെയാണ് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട അണികൾ ബി.ജെ.പിക്കൊപ്പം ചേർന്നുകൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്.